ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ഫയർമാൻ സ്പെഷ്യൽ ടോപ്പിക്സിൽ IT ആക്ട് 2000 എന്നുള്ള ഭാഗത്ത് നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ എക്സാമിൽ ഈ ഭാഗത്തു നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡിജിറ്റൽ വിവരങ്ങളുടെ കൈകാര്യം ചെയ്യലും അത് വിനിമയവുമായി ബന്ധപ്പെട്ട പ്രക്രിയകളെ നിയന്ത്രിക്കാനായിട്ട് വിവിധ രാജ്യങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്ന നിയമത്തിനെയോ നിയമങ്ങളുടെ സഞ്ചയത്തെയോ അതായത് നിയമങ്ങളുടെ കൂട്ടത്തിനെയോ ആണ് നമ്മൾ എന്തെന്ന് പറയണത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, അതായത് വിവര സാങ്കേതിക വിദ്യാ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, ഡിജിറ്റൽ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതും അത് വിനിമയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കാനായിട്ട് പല രാജ്യങ്ങളും നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങൾ, അതല്ലാന്നുണ്ടെങ്കിൽ നിയമത്തിന്റെ കൂട്ടത്തിന്റെ പറയുന്ന പേരാണെന്ത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരം ഇൻഫർമേഷൻ ടെക്നോളജി നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് സൈബർ കുറ്റകൃത്യങ്ങൾക്കുള്ള നിയമ നടപടികൾ നിലവിൽ സ്വീകരിക്കുന്നത്. അതായത് മുന്നേ നമുക്കറിയാം കമ്പ്യൂട്ടർ ഒന്നും ഇല്ലാത്ത കാലത്ത് ഈ നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് കമ്പ്യൂട്ടറും ഇതെല്ലാം വന്നു. പിന്നെ കുറെ കുറ്റകൃത്യങ്ങൾ ഇതുവഴി നടന്നു തുടങ്ങിയപ്പോഴാണ് ഈ നിയമങ്ങളെല്ലാം എഴുതി ചേർക്കപ്പെട്ടത്, അല്ലെ? അപ്പൊ നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരം ഇൻഫർമേഷൻ ടെക്നോളജി നിയമത്തിലെ വകുപ്പ് പ്രകാരമാണ് ഇത് സൈബർ കുറ്റകൃത്യങ്ങൾ, അതായത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് വഴിയുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള നിയമ നടപടികൾ ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇന്ത്യയില് സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് CERT ഇൻ, അതായത് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ് ഇത്. ഓക്കെ, ഇനി IT അതായത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. UN നിയമങ്ങളുടെ ചുവട് പിടിച്ച് സൈബർ മേഖലയിൽ ഇന്ത്യയിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് ഇത് വിവര സാങ്കേതിക വിദ്യാ നിയമം, അതല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, IT ആക്ട്. ഓക്കെ, അപ്പൊ UN നിയമങ്ങളുടെ ചുവട് പിടിച്ചിട്ടാണ് ഇന്ത്യയിൽ ഈ നിയമങ്ങൾ ഉണ്ടാക്കിയത്. അതായത് UN ആദ്യം ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വന്ന് തുടങ്ങിയത്. അപ്പൊ അതുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് അത് ഓക്കെ ആണെന്ന് കണ്ടപ്പോൾ ഇന്ത്യയിലും ഈ നിയമങ്ങൾ അപ്ലൈ ചെയ്യാണ് ഉണ്ടായത്. ഇനി ഇന്ത്യയിലെ ആദ്യ സൈബർ നിയമമാണ് IT ആക്ട് 2000. ഓക്കെ, അപ്പൊ IT ആക്ട് പാസ്സായത് 2000 ജൂൺ 9-നാണ്. 2000 ജൂൺ 9-നാണ് IT ആക്ട് 2000 പാസ്സായത്. IT ആക്ട് 2000 നിലവിൽ വന്നത് എന്നായിരുന്നു? 2000 ഒക്ടോബർ 17-ന്. അപ്പൊ അത് പാസ്സായത് ജൂണിലാണ്, പിന്നെ അത് നിലവിൽ വന്നത് ഒക്ടോബർ 17, ആ വർഷം തന്നെ 2000 ഒക്ടോബർ 17-നാണ് IT ആക്ട് നിലവിൽ വന്നത്. അപ്പൊ IT ആക്ട് നിലവിൽ വരുമ്പോ അതില് എങ്ങനെയായിരുന്നു, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു? 13 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അത് പാർട്സ് 94 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് എത്ര ഷെഡ്യൂൾസ് അല്ലെങ്കിൽ പട്ടികകൾ ഉണ്ടായിരുന്നു? 4 പട്ടികകൾ ഉണ്ടായിരുന്നു. അപ്പൊ IT ആക്ട് പാസ്സായത് എന്നായിരുന്നു എന്നാ പറഞ്ഞേ? 2000 ജൂൺ 9-നായിരുന്നു. നിലവിൽ വന്നത് ഒക്ടോബർ 17-നാണ്. അപ്പൊ നിലവിൽ വന്നപ്പോ 13 അധ്യായങ്ങൾ ഉണ്ടായിരുന്നു, 94 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, 4 ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു. IT ആക്ട് 2000 പാസ്സാക്കിയപ്പോഴും നിലവിൽ വന്നപ്പോഴും ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്നത് KR നാരായണനാണ്. ഓക്കെ, അത് പാസ്സാക്കിയപ്പോഴും നിലവിൽ വന്നപ്പോഴും ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? KR നാരായണനാണ്. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായിട്ടുള്ള ശിക്ഷയാണ് ഈ നിയമത്തില് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അപ്പോ നമുക്ക് IT ആക്ട് 2000 എന്തൊക്കെയാണ് പരാമർശിക്കുന്നത് നോക്കാം. അതായത് ഭരണ പ്രക്രിയയിൽ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഡിജിറ്റൽ രേഖകളുടെ ആധികാരികത ഉറപ്പാക്കാനായിട്ട് സിഗ്നേച്ചേഴ്സ്, ഓക്കെ, അതിന്റെ കാര്യങ്ങള്, പിന്നെ തന്ത്രപ്രധാന വിവരവ്യൂഹങ്ങളെ സംരക്ഷിത സിസ്റ്റങ്ങളാക്കാനുള്ള കാര്യങ്ങള്, അതുകൂടാതെ സൈബർ കുറ്റകൃത്യങ്ങളും അതിനുള്ള ശിക്ഷാ നടപടികളും എല്ലാമാണ് IT ആക്ട് 2000 പരാമർശിക്കുന്നത്. ഓക്കെ, ഇനി IG അമെൻമെന്റ് ആക്ട് 2008. അപ്പൊ ഇത് IT ഭേദഗതി നിയമം പാസ്സാക്കിയത് 2008 ഡിസംബർ 23-നാണ്. ഈ നിയമം നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27-നാണ്.
അപ്പൊ ഇതില് ആദ്യം വന്നപ്പോ നമുക്കറിയാം 13 ചാപ്റ്റേഴ്സ്, 94 പാർട്സ്, 4 ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇനി 2008 ഈ നിയമം പാസ്സാക്കിയിട്ട് 2009 ഒക്ടോബർ 27 ഈ നിയമം എന്താണ് നിലവിൽ വന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ നിലവിൽ വന്നപ്പോ എത്ര അധ്യായങ്ങൾ ഉണ്ടായിരുന്നു? 14 അധ്യായങ്ങള്, 124 ഭാഗങ്ങള്, 2 പട്ടികകള്. ഓക്കെ, അതിൽ കൂടുതൽ അഡീഷൻസ് വരുത്തിയിട്ടാണ് പിന്നീട് വന്നത്. ഓക്കെ, ഇനി IT ആക്ട് സൈബർ നിയമലംഘനങ്ങളെ പറ്റി പരാമർശിക്കുന്ന അധ്യായമാണ് അധ്യായം 11. IT ആക്ടില് സൈബർ നിയമ ലംഘനം, അതായത് സൈബർ ലോകത്തായാലും നമ്മൾ പാലിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പാലിക്കാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിയമലംഘനമാണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് പരാമർശിച്ചിരിക്കുന്ന അധ്യായമാണ് ഇത് 11ാമത്തെ അധ്യായം. ഇനി വിവരസാങ്കേതിക വിദ്യാ നിയമം 2000 പ്രധാന വകുപ്പുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ സെക്ഷൻ 43 ഏതാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു കുറെ ഭാഗങ്ങളായിട്ട് അത് തരംതിരിച്ചിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു. അതില് പ്രധാനപ്പെട്ടത് നമുക്ക് നോക്കാം. എല്ലാം അല്ല, പ്രധാനപ്പെട്ടത് സെക്ഷൻ 43 എന്ന് വെച്ച് കഴിഞ്ഞാൽ പെനാൽറ്റി ആൻഡ് കോമ്പൻസേഷൻ ഫോർ ഡാമേജ് ടു കമ്പ്യൂട്ടർ സിസ്റ്റം എക്സെട്ര. പെനാൽറ്റിയും അതുപോലെ കോമ്പൻസേഷൻ. എന്തിനു വേണ്ടിയിട്ടുള്ള കോമ്പൻസേഷൻ ആണ്? കമ്പ്യൂട്ടറിന് ഡാമേജ് വരുത്തുകയോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ഡാമേജ് വരുത്തുകയോ ചെയ്യുമ്പോൾ അത് സെക്ഷൻ 43 പ്രകാരം അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ, അതുപോലെ വെബ് ക്യാമറ, അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് കേടുപാട് വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് പിഴവും നഷ്ടപരിഹാരത്തിനെയും പറ്റി പ്രതിപാദിക്കുന്നതാണ് സെക്ഷനാണ് സെക്ഷൻ 43 എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ വൈറസ് ആക്രമണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷൻ 43 തന്നെ എ എന്നുള്ള വിഭാഗത്തിൽ പറയുന്നത് കോമ്പൻസേഷൻ ഫോർ ഫെയിലിയർ ടു പ്രൊട്ടക്ട് ഡാറ്റാസ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പരാജയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 43A പറഞ്ഞിരിക്കുന്നത്. അതെന്താന്ന് നോക്കാം. ഡാറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴുള്ള നഷ്ടപരിഹാരത്തിനെ പറ്റിയിട്ടാണ് ഈ സെക്ഷനിൽ പ്രതിപാദിക്കുന്നത്. അതായത് എന്താണ് ഡാറ്റ സംരക്ഷിക്കുന്നത് പരാജയപ്പെടുമ്പോ വൈറസും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഡാറ്റാസ് സെക്യൂർഡ് ആയിട്ട് വെക്കണം. അതിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ അതിന് ഉള്ള നഷ്ടപരിഹാരത്തിനെ പറ്റിയിട്ടാണ് ഇതിൽ പറയണേ. അതായത് നമ്മുടെ ഓരോ പേഴ്സണൽ ഡാറ്റാസ് അല്ലെ, വ്യക്തികളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന എന്തെങ്കിലും സ്ഥാപനങ്ങളോ അവര് ഈ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്താല് ഉണ്ടാകുന്ന വീഴ്ചകൾക്ക് എന്താണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതാണെന്നാണ് സെക്ഷൻ 43A പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 65 എന്താ പറയണെന്ന് നോക്കാം. ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ്സ്, അതായത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനായിട്ട് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സോഴ്സ് കോഡിനെയോ ഏതെങ്കിലും ഒരു വ്യക്തി മനഃപൂർവ്വമായിട്ട് നശിപ്പിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ അതിന് മാറ്റം വരുത്തുകയോ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 65 പറയുന്നത്. എന്തൊക്കെയായിരുന്നു? കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സോഴ്സ് കോഡിനെ ആരെങ്കിലും ഒരാള് നശിപ്പിക്കുകയോ അതിൽ മാറ്റം വരുത്തുകയോ ഉള്ള കാര്യങ്ങളാണ് സെക്ഷൻ 65 പറയുന്നത്. അപ്പൊ ഇതില് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വാറന്റ് ഇല്ലാതെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന് നടപടി സ്വീകരിക്കാനായിട്ട് പറ്റും. അതാണ് ആ ഒരു കുറ്റകൃത്യത്തിന് പറയുന്നതാണ് എന്ത്? സൈബർ ടാമ്പറിങ്. അതായത് ഒരു വാറന്റും ഇല്ലാണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥന് നടപടി സ്വീകരിക്കാനുള്ള കുറ്റകൃത്യത്തിന് പറയുന്നതാണ് സൈബർ ടാമ്പറിങ്. അപ്പൊ ഇതൊക്കെ വരുന്നത് സെക്ഷൻ 65. ഓക്കെ, അപ്പൊ സൈബർ ടാമ്പറിങ് ഓർമ്മയുണ്ടല്ലോ, വാറന്റ് ഇല്ലാതെ പോലീസിന് നടപടി സ്വീകരിക്കാം. ഇനി ഈ കുറ്റപ്രകാരം എത്രയാണ് തടവ് വരുന്നത്? 3 വർഷം വരെ തടവ്, അതല്ലാന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ പിഴ. അതല്ലാന്നുണ്ടെങ്കിൽ ഇവ രണ്ടും, അതായത് എന്താണ്, ഒന്നുകിൽ 3 വർഷം വരെ തടവ്, അതല്ലാന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ പിഴ. അതല്ലാന്നുണ്ടെങ്കിലോ ചില കേസിൽ 3 വർഷം തടവും അനുഭവിക്കണം, അതുപോലെ തന്നെ 2 ലക്ഷം രൂപ പിഴയും അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. സെക്ഷൻ 66 കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ്, അതായത് ഹാക്കിംഗ് ഒക്കെ. അതായത് ഈ ഹാക്കിംഗ് എന്നുള്ളത്, അതായത് മറ്റുള്ളവരുടെ ഡീറ്റെയിൽസ് അവരറിയാതെ നമ്മൾ ചോർത്തുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പൊ ഹാക്കിംഗ് എന്നുള്ളത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് ആക്കിയിട്ട് മാറ്റിയ ഭേദഗതി 2008 ഭേദഗതി നിയമപ്രകാരമാണ്. അതായത് ഒരാളുടെ അനുവാദമില്ലാതെ
അതിനെ പറയുന്നതാണ് എന്ത്, അനധികൃതമായിട്ട് മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രവേശിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ അതിൽ പ്രവേശിച്ചിട്ട് ആ കമ്പ്യൂട്ടറിന്റെ ഒക്കെ നിയന്ത്രണം നമ്മൾ ഏറ്റെടുക്കുക. അതുപോലെ അതിലുള്ള പ്രോഗ്രാമോ ഡാറ്റയോ ഒക്കെ നശിപ്പിക്കുകയോ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയാ, ഹാക്കിംഗ് എന്ന് പറയാ. അപ്പൊ അതിന് 3 വർഷം വരെ തടവ്, അതല്ല എന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ പിഴവ് കിട്ടാവുന്നതാണ്. സൈബർ ടാമ്പറിങ്ങിന് 3 വർഷം പ്ലസ് 2 ലക്ഷമായിരുന്നു. ഇത് 3 വർഷം പ്ലസ് 5 ലക്ഷമാണ്. ഇത് 3 വർഷമോ അല്ലെങ്കിൽ ഇത്. അപ്പൊ അത് ഓർത്ത് വെക്കാൻ വേണ്ടി ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞുള്ളൂ. ഇത് 3 വർഷം തടവ് ഓർ 2 ലക്ഷം, അതല്ലെങ്കിൽ രണ്ടും കൂടി. ഇത് ടാമ്പറിങ്ങിന്. ഹാക്കിങ്ങിനാണെങ്കിലോ 3 വർഷം തടവ് ഓർ 5 ലക്ഷം രൂപ പിഴ. ഇനി അടുത്തത്, ഹാക്കേഴ്സ് 3 തരത്തിലുണ്ട് എന്നാണ് പറയുന്നത്. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ഉണ്ട്, അതായത് ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ ഭാഗമായിട്ട് കുറ്റകൃത്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പ്രവർത്തിക്കുന്നതാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. അവരെ തന്നെയാണ് എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ പോലീസിനൊക്കെ ചില ആൾക്കാരുടെ, കള്ളന്മാരുടെ അല്ലെങ്കിൽ കുറ്റവാളികളുടെ ഒക്കെ ഡീറ്റെയിൽസ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവരുടെ സിസ്റ്റം ഒക്കെ ആക്സസ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് അപ്പൊ അവര് എത്തിക്കൽ ഹാക്കേഴ്സ് എന്നാണ് ഇങ്ങനെയുള്ള കൂട്ടരെ പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് ടൈപ്പ് പറയുന്നത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ആണ്. അവരെങ്ങനെ എന്താ ചെയ്യാം, അനധികൃതമായിട്ട് മറ്റൊരാളുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. അവര് ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ഹാക്കിംഗ് ചെയ്യുന്നത്. പക്ഷെ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്താണ്, പോലീസിനെ മറ്റ് ഗവൺമെന്റ് ഒഫീഷ്യൽസിനെ ഒക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് അങ്ങനെയല്ല, അവര് ദുരുദ്ദേശത്തോടു കൂടിയാണ് ഹാക്കിംഗ് ചെയ്യുന്നത്. നെക്സ്റ്റ് കാറ്റഗറി ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് ആണ്. അതായത് ചിലപ്പോൾ അവര് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യും, ചിലപ്പോൾ അവര് മോശം കാര്യങ്ങൾക്ക് ദുരുദ്ദേശത്തോടു കൂടി ഹാക്കിംഗ് ചെയ്യും, ചിലപ്പോൾ ഗവൺമെന്റ് ഒഫീഷ്യൽസിനെ ഒക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളതാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. ചിലപ്പോൾ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ആയിട്ടും ചിലപ്പോൾ ബ്ലാക്ക് ഹാറ്റേഴ്സ് ആയിട്ടും പ്രവർത്തിക്കുന്നവരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. ഇനി നെക്സ്റ്റ് സെക്ഷൻ 66A എന്താണെന്ന് നോക്കാം. പണിഷ്മെന്റ് ഫോർ സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് ത്രൂ കമ്മ്യൂണിക്കേഷൻ സർവീസസ്. കമ്മ്യൂണിക്കേഷൻ സർവീസസ് വഴി ഒഫൻസീവ് ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കുന്നതിനുള്ള പണിഷ്മെന്റ് പറയുന്നതാണ് സെക്ഷൻ 66A. അതായത് ഡിജിറ്റൽ മീഡിയയിലൂടെ, അതായത് ആശയവിനിമയ സേവനത്തിലൂടെ, അതായത് ഡിജിറ്റൽ മീഡിയയിലൂടെ, ഇപ്പൊ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെ എന്തെങ്കിലും ഡിജിറ്റൽ മീഡിയയിലൂടെ അപമാനകരമായിട്ടുള്ള സന്ദേശങ്ങൾ അയക്കുന്നത് കുറ്റകരമാണെന്നാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി അതിന് 3 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ മീഡിയ വഴി അപമാനകരമായ സന്ദേശങ്ങൾ അയക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെന്ന് കരുതി ആരുടെയും അക്കൗണ്ടിലേക്ക് തോന്നിയതൊന്നും വിളിച്ച് പറയാനായിട്ട് പാടില്ല. അപ്പൊ അത് കുറ്റകൃത്യമാണെന്നാണ് സെക്ഷൻ 66A പ്രകാരം പറയുന്നത്. അത് 2015 മാർച്ച് 24 സുപ്രീം കോടതി നീക്കം ചെയ്തത്. ഇത് കൊണ്ടുവന്നു, എന്നിട്ട് അത് നീക്കം ചെയ്തു. അതായത് നമുക്കറിയാം ഓരോ പൗരനും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന്. അപ്പൊ ഒരു പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കുന്നു, അതായത് ഇല്ലാതാക്കുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് അത് അപ്പീല് പോയപ്പോഴാണ് 66A എന്നുള്ളത് നീക്കം ചെയ്തത്. ഓക്കെ, അപ്പോ ഇനി അടുത്തത് സെക്ഷൻ 66B പണിഷ്മെന്റ് ഫോർ ഡിസ്ഹോണസ്റ്റ്ലി റിസീവിംഗ് സ്റ്റോളൻ കമ്പ്യൂട്ടർ റിസോഴ്സസ് ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. മോഷ്ടിച്ച കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ഒക്കെ വാങ്ങുകയോ അത് ഉപയോഗിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാണെന്ന് പ്രസ്താവിച്ചിട്ടുള്ളതാണ് സെക്ഷൻ 66B. അത് പ്രകാരം 3 വർഷം വരെ നമുക്ക് തടവ്, അതല്ലാന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ പിഴ. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, രണ്ടും, അതായത് തടവും അനുഭവിക്കണം, 1 ലക്ഷം രൂപ പിഴയും കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്തായിരുന്നു, ഡിസ്ഹോണസ്റ്റ്ലി റിസീവിങ്, മോഷ്ടിക്കപ്പെട്ട കമ്പ്യൂട്ടർ സാധനങ്ങള് അല്ലെങ്കിൽ ഉപകരണങ്ങളൊക്കെ നമ്മൾ വാങ്ങുകയോ അത് ഉപയോഗിക്കുകയോ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്നു. ഇനി സെക്ഷൻ 66C എന്താണെന്ന് നോക്കാം. പണിഷ്മെന്റ് ഫോർ ഐഡന്റിറ്റി തെഫ്റ്റ്. ഓക്കെ, അതായത് മറ്റു വ്യക്തികളുടെ യൂസർ നെയിം, പാസ്വേഡ് ഒക്കെ ഉപയോഗിക്കുക, അതല്ലെങ്കിൽ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ATM കാർഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് വ്യക്തി വിവരങ്ങൾ മോഷ്ടിക്കാം. അത് സെക്ഷൻ 66C പ്രകാരം കുറ്റകരമാണ്. അപ്പൊ അതിനെന്താണ് പണിഷ്മെന്റ്, 3 വർഷം വരെ തടവ് പ്ലസ് അതിനൊപ്പം തന്നെ 1 ലക്ഷം രൂപ വരെ പിഴയും നമുക്ക് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഇത്
സെക്ഷൻ 66C പ്രകാരം പണിഷ്മെന്റ് ഫോർ ഐഡന്റിറ്റി തെഫ്റ്റ്. ഓക്കെ, ഐഡന്റിറ്റി മോഷ്ടിക്കാം. നെക്സ്റ്റ് സെക്ഷൻ 66D എന്താണെന്ന് നോക്കാം. പണിഷ്മെന്റ് ഫോർ ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ ബൈ യൂസിങ് കമ്പ്യൂട്ടർ റിസോഴ്സസ്. അതായത് നമ്മൾ എന്താ വ്യാജ അക്കൗണ്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട് മറ്റു വ്യക്തികളെ അപമാനിക്കുക, അതല്ലെങ്കിൽ വ്യാജ ഫോൺ കോളുകളൊക്കെ നടത്തുക, ഇതെല്ലാം ഈ സെക്ഷൻ പ്രകാരം കുറ്റകരമായിട്ടാണ് പറയുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ടാക്കുക, അതൊക്കെ ഈ വകുപ്പ് പ്രകാരം എന്താണ് കുറ്റകരമായിട്ടാണ് പറയുന്നത്. അതിന് 3 വർഷം വരെ തടവ്, അതല്ലാന്നുണ്ടെങ്കിൽ 1 ലക്ഷം വരെ പിഴയും ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് ഇത്. ഓക്കെ, പണിഷ്മെന്റ് ഫോർ ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ ബൈ യൂസിങ് കമ്പ്യൂട്ടർ റിസോഴ്സസ്. വ്യാജ അക്കൗണ്ടുകൾ അതല്ലെങ്കിൽ വ്യാജ ഫോൺ കോൾ വഴിയൊക്കെ അപമാനിക്കുന്നത്. നെക്സ്റ്റ് പണിഷ്മെന്റ് ഫോർ വയലേഷൻ ഓഫ് പ്രൈവസി വരുന്നത് സെക്ഷൻ 66E ആണ്. അതായത് ഒരു വ്യക്തിയുടെ അനുവാദം ഇല്ലാണ്ട് അയാളുടെ ചിത്രങ്ങൾ എടുക്കുക, അത് ഇന്റർനെറ്റ് വഴി പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ സെക്ഷൻ പ്രകാരം തെറ്റായിട്ടാണ് പറയുന്നത്. 3 വർഷം വരെ തടവ് അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പിഴ, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടിയിട്ടുള്ള ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഏത് പണിഷ്മെന്റ് ഫോർ വയലേഷൻ ഓഫ് പ്രൈവസി. ഒരാളുടെ പ്രൈവസീനെ ഹനിക്കുക, അത് പ്രൈവസി മാനിക്കാതെ അയാളുടെ അനുവാദം ഇല്ലാണ്ട് ചിത്രങ്ങൾ എടുക്കുക, കൂടാതെ എന്താണ് അത് ഇന്റർനെറ്റ് വഴി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്നു. ഇനി സെക്ഷൻ 66F പ്രകാരം പണിഷ്മെന്റ് ഫോർ സൈബർ ടെററിസം. അതായത് ടെററിസം നമുക്കറിയാം, നമുക്ക് ഓരോ രാജ്യത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുക അല്ലെ. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഐക്യത, അഖണ്ഡത, സുരക്ഷ, പരമാധികാരം ഇതിനെയൊക്കെ ഹനിക്കുക, അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ജനങ്ങളിലേക്ക് ഭീകരവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് എന്താണ് കുറ്റകരമാണെന്ന് പറയുന്ന സെക്ഷനാണ് 66F എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും നമുക്കറിയാം, ഇന്ത്യയിൽ എന്താണ് പല ജാതി പല മതത്തിൽപ്പെടുന്ന ആൾക്കാരെല്ലാം ഒരു മാലയുടെ മുത്തുകൾ പോലെ കോർക്കപ്പെട്ട് നിൽക്കുന്നത് പോലെയാണ് നമ്മൾ ഇന്ത്യയില് പല ജാതി പല മതത്തിലുള്ള ആൾക്കാര്, പല ഭാഷ, പല സംസ്കാരം, പല വേഷവിധാനമുള്ളവരൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന നാടാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും ഇന്ത്യയുടെ ജനങ്ങളുടെ സുരക്ഷ അല്ലെങ്കിൽ പരമാധികാരം ഇതിനെയൊക്കെ ആരെങ്കിലും ഹനിക്കുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയോ അങ്ങനെയായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതും ജനങ്ങളിലേക്ക് ഭീകരവാദം സൃഷ്ടിക്കുന്നതൊക്കെ കുറ്റകരമാണെന്നാണ് ഈ സെക്ഷൻ വഴി പറയുന്നത്. ഇതിന് ജീവപര്യന്തം വരെ, അപ്പൊ നമ്മള് മുന്നേ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിരുന്നു അല്ലെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു എന്ത് ജീവപര്യന്തം കിട്ടാവുന്ന കുറ്റങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ ഓപ്ഷൻസിൽ ഒരെണ്ണാണ് എന്ത് സൈബർ ടെററിസം. അപ്പൊ സൈബർ ടെററിസത്തിന് മാത്രമാണ് എന്ത് ജീവപര്യന്തം വരെ ഈ IT ആക്ടില് പറയുന്നത് കുറ്റം ആ ക്വസ്റ്റ്യനില്. ഇനി പോലീസിന് വാറന്റ് കൂടാണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അതിലുണ്ട്. അതായത് ഇങ്ങനെ സൈബർ ടെററിസം ചെയ്ത വ്യക്തിനെ വാറന്റ് ഇല്ലാതെ തന്നെ പോലീസിന് അയാളെ പിടികൂടാവുന്നതാണ്. പിടികൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അയാൾക്ക് ജാമ്യം ലഭിക്കാത്തതുമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് സെക്ഷൻ 66F പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 67 പറയണത് പണിഷ്മെന്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സൻസ് മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം. അതായത് ഇന്റർനെറ്റ് വഴി നമ്മൾ അശ്ലീലമായിട്ടുള്ള ചിത്രങ്ങളോ അതല്ലെങ്കിൽ അശ്ലീലമായിട്ടുള്ള വീഡിയോകളോ ഒക്കെ പ്രചരിപ്പിക്കുക, അതല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്നതെല്ലാം കുറ്റകരമാണെന്ന് പറയുന്നതാണ് ഈ സെക്ഷൻ. ആദ്യത്തെ തവണയാണ് കുറ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 വർഷം വരെ തടവും പിന്നെ 5 ലക്ഷം രൂപ പിഴയുമാണ് ലഭിക്കുക. രണ്ടാമത് ആണ് ഈ കുറ്റം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 3 വർഷം മാറിയിട്ട് എന്താവും 5 വർഷം വരെ തടവും 5 ലക്ഷം രൂപ എന്നുള്ളത് അത് ഇരട്ടിയാവും, 10 ലക്ഷം രൂപയും കൂടിയിട്ട് പിഴ ലഭിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് സെക്ഷൻ 67. നെക്സ്റ്റ് സെക്ഷൻ 67A എന്താണെന്ന് നോക്കാം. അതായത് പണിഷ്മെന്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഓഫ് മെറ്റീരിയൽ കണ്ടെയ്നിങ് സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആക്ട് എക്സെട്ര ഇൻ ഇലക്ട്രോണിക് ഫോം. അതായത് അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കുക, പ്രചരിപ്പിക്കുക. അതിനെയാണ് എന്ത് പോണോഗ്രാഫി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇന്റർനെറ്റോ മറ്റ് സോഷ്യൽ മീഡിയ വഴിയോ നമ്മൾ ലൈംഗിക വീഡിയോകളോ ചിത്രങ്ങളോ ഒക്കെ കാണുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, കൂടാതെ എന്താ അത് മറ്റുള്ളവരിലേക്ക്
അയച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ സെക്ഷൻ പ്രകാരം കുറ്റകരമാണ്. ഏത് സെക്ഷൻ? സെക്ഷൻ 67A. അതിനെന്താണ് പണിഷ്മെന്റ് നോക്കാം. 5 വർഷം വരെ തടവ്, 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണത്. ഇനി രണ്ടാമത്തെ തവണയാണ്. ആദ്യത്തെ തവണയാണെന്നുണ്ടെങ്കിൽ ഇതാണ് പണിഷ്മെന്റ്. സെക്കൻഡ് ടൈം ആണെന്നുണ്ടെങ്കിൽ 7 വർഷം വരെ തടവും കിട്ടാം, 10 ലക്ഷം രൂപ പിഴയും നൽകണം. ഓക്കെ, ഇനി എന്തായിരുന്നു നെക്സ്റ്റ്? സെക്ഷൻ 67B ആണ്. പണിഷ്മെന്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് മെറ്റീരിയൽ ഡെപ്പിക്റ്റിംഗ് ചിൽഡ്രൻ ഇൻ സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആക്ട് എക്സെട്ര ഇൻ ഇലക്ട്രോണിക് ഫോം. അതായത് ചൈൽഡ് പോർണോഗ്രാഫി, കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളൊക്കെ ഇന്റർനെറ്റ് വഴിയോ മറ്റ് സോഷ്യൽ വീഡിയോ വഴിയോ കുട്ടികളുടെ ചൈൽഡ് പോർണോഗ്രാഫിയാണ്, കുട്ടികളുടെ ചിത്രങ്ങളോ വീഡിയോകളോ ഒക്കെ കാണുക, പ്രദർശിപ്പിക്കുക, അതുപോലെ പരസ്യപ്പെടുത്തുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് തെറ്റാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ തവണയാണെങ്കിൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും കിട്ടും. രണ്ടാമത്തെ തവണയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തുടർന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും നൽകേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻ 72, പെനാൽറ്റി ഫോർ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി. അതായത് ഒരാളുടെ സ്വകാര്യതയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നതിനെതിരെയുള്ള നിയമമാണ്. എന്തെങ്കിലും ഒരു സ്വകാര്യ വസ്തുക്കള്, ഇലക്ട്രോണിക് റെക്കോർഡ്, കത്തിടപാടുകൾ, അതല്ലെങ്കിൽ പേഴ്സണലായിട്ട് എഴുതുന്ന ഡയറി അല്ലെങ്കിൽ പ്രമാണം, ഇതൊക്കെ ഒരാളുടെ സമ്മതമില്ലാണ്ട് കൈവശപ്പെടുത്തുന്നത് കുറ്റകരമാണെന്നാണ് സെക്ഷൻ 72 പ്രകാരം പറയുന്നത്. അതിന് 2 വർഷം വരെ നമുക്ക് തടവ്, അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് 1 ലക്ഷം രൂപ വരെ പിഴ, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടിയിട്ടും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണത്. സ്വകാര്യതയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നതിനെതിരെയുള്ള നിയമമാണ് ഇത് സെക്ഷൻ 72 പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 77B, അതായത് ഒഫൻസസ് വിത്ത് 3 year imprisonment ടു ബി ബെയിലബിൾ. ബെയിലബിൾ ആയിട്ടുള്ള 3 വർഷം നമുക്ക് ഇംപ്രിസൺമെന്റ് കിട്ടാവുന്ന ഒഫൻസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1973 ക്രിമിനൽ പ്രൊസീജിയർ നിയമം ത്തില് എന്തൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഈ വകുപ്പ് പ്രകാരം എന്താണ് 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. അതായത് ഇതില് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസിന് വാറന്റ് ഇല്ലാണ്ട് തന്നെ കുറ്റവാളിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ഇത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇത് പറയുന്നത്. 3 വർഷം വരെയാണ് ലഭിക്കുന്ന ശിക്ഷകള്. അപ്പൊ ഇതിൽ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷകൾക്ക് എന്താണ് ജാമ്യം ലഭിക്കുന്നതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പൊ വക്കീലിനനുസരിച്ചിട്ട് എന്താണ് ജാമ്യം കിട്ടുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യാം. ഓക്കെ, ഇനി മറ്റ് പ്രധാനപ്പെട്ട IT സെക്ഷൻസ് എന്താണെന്ന് നോക്കാം. സെക്ഷൻ 69 പ്രകാരം കമ്പ്യൂട്ടറിലെ രഹസ്യ വിവരങ്ങൾ ഉപയോഗിക്കാനായിട്ട് മറ്റുള്ളവർക്ക് അനുവാദം നൽകുന്നതിന് എതിരായിട്ടുള്ള നിയമമാണ് സെക്ഷൻ 69. രഹസ്യ വിവരങ്ങൾ ഉപയോഗിക്കാൻ മറ്റുള്ളവർക്ക് അനുവാദം നൽകുന്നതിനെ പറ്റിയിട്ടുള്ള നിയമം. ഇനി സെക്ഷൻ 69A എന്താ പറയണേ? ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് തടയുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിനെ പറ്റിയിട്ടാണ് സെക്ഷൻ 69A പറയുന്നത്. അതിൽ നമ്മൾ പറഞ്ഞ പോലെ എന്തായിരുന്നു? രാജ്യത്തിന്റെ പരമാധികാരം, അഖണ്ഡത, സുരക്ഷ, അതുപോലെ വിദേശ നയം, ഇതൊക്കെ സംരക്ഷിക്കാനായിട്ട് ഏതൊരു കമ്പ്യൂട്ടറിനെയും നിരീക്ഷിക്കുക, വേണമെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യാനും ഗവൺമെന്റ് ഏജൻസികൾക്ക് അധികാരം നൽകിയിട്ടുള്ള സൈബർ നിയമമാണ് ഈ സെക്ഷൻ 69A എന്ന് പറയുന്നത്. 7 വർഷം വരെ തടവ്, അതല്ലെങ്കിൽ പിഴയോ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഇതിൽ പറയുന്നത്. ഇനി സെക്ഷൻ 70 പ്രകാരം സുരക്ഷിതമായ സംവിധാനങ്ങളിലേക്ക് കടന്നു കയറാനായിട്ട് ശ്രമിക്കുന്ന കുറ്റകൃത്യങ്ങളെ പറ്റിയിട്ട്, അതായത് ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്ന ഒരു കമ്പ്യൂട്ടറിലോ അതിലൊക്കെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചാല് എന്താണ്? സെക്ഷൻ 70 പ്രകാരം ഈ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിക്ക് 10 വർഷം വരെയാണ് തടവ് കിട്ടുക. നെക്സ്റ്റ് സെക്ഷൻ 77 നഷ്ടപരിഹാരങ്ങള്, പിഴ, അങ്ങനെയുള്ള മറ്റ് ശിക്ഷയുടെ കൂടെ ചേർക്കാതിരിക്കല് ഉള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത്? സെക്ഷൻ 72 പറയുന്നത്. സെക്ഷൻ 77A 2 അതിലധികമോ ശിക്ഷ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ 77A പറയുന്നത്. ഓക്കെ, അതായത് ഈ 77 പറയുന്നത് നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യങ്ങളും മറ്റ് പിഴ അടയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ മറ്റുള്ള ശിക്ഷയുടെ കൂടെ ചേർക്കാണ്ടിരിക്കാനുള്ള സെക്ഷനാണ്
77A പറയുന്നത് എന്താ? രണ്ടോ അതിലധികമോ ശിക്ഷകൾ തമ്മിൽ കൂടിച്ചേരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയാണ് IT ലോ 2000ന്റെ ഭാഗമായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട് നോക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ 77B ഇങ്ങനെയുള്ളത് നേരിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. എന്നിട്ട് ഇവിടെ 3 വർഷം, അപ്പോൾ 3 ഇയർ ഓർ ഇത് അല്ലെങ്കിൽ പ്ലസ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഇവിടെ കോഡായിട്ട് നിങ്ങൾ എഴുതി വെക്കുകയോ അങ്ങനെ ചെയ്യുക. അപ്പൊ പരീക്ഷയ്ക്ക് ഒരൊറ്റ പേപ്പറിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നത് പോലെ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇതൊക്കെ ആയിട്ട് ഒരു വീഡിയോ അടുത്ത് തന്നെ ചെയ്യുന്നതാണ്. അപ്പൊ പരീക്ഷ അങ്ങോട്ട് അടുത്തു, എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. റിവിഷൻസിനായിട്ടുള്ള വീഡിയോസ് ഞാൻ ഈ ചാനലിൽ ഇട്ടേക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയാ. താങ്ക് യു സോ മച്ച്.